അസ്സലാമു അലൈക്കും. നമ്മളെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മൾ വീഡിയോ വലിയ കാര്യമുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ. അടീനിയത്തിൻ്റെ പ്രൂണിങ് ചെയ്യലാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ചിലർക്കെങ്കിലും എന്നെപ്പോലെ കുറച്ച് പേർക്കെങ്കിലും ഇത് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് പ്രൂണിങ് ചെയ്യാനായിട്ട്. പ്ലാന്റ് പോകുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും അവരെ ടെൻഷൻ മാറി അവർ പ്രൂൺ ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പ്രൂണിങ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ ഫ്ലവറൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിന്ന് കണ്ടപ്പോൾ എനിക്ക് അപ്പോഴാണ് കേട്ടോ എനിക്കൊരു സമാധാനമായത്. എനിക്കൊരു പേടിയായിരുന്നു ഇത് പ്രൂണിങ് ചെയ്യുമ്പോൾ ചെടി പോകുമോ ഉണങ്ങിപ്പോവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സക്സസ് ആയപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറൊരു പ്ലാന്റ് ഈ ഇരിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ സീഡൊക്കെ പാകിയിട്ടുണ്ടായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നമ്മൾ തന്നെ പ്ലാന്റ് ചെയ്യുന്ന സീഡൊക്കെ സെയിൽ ചെയ്തിരുന്ന സമയത്ത് സീഡൊക്കെ ബാക്കി വന്ന സീഡ് ഞാൻ മുളപ്പിച്ചെടുത്ത് തയ്യാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതേ ജസ്റ്റ് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നല്ല പ്രൊഡക്ട്സൊക്കെ വലുതായി വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് തോന്നാറ്. ഇത് ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് ഇങ്ങനെ നീളത്തിൽ പോയിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് പൂവൊക്കെ വിരിയാറുണ്ട്, പക്ഷേ വലിയ രസമില്ല കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ നീളത്തിൽ പോയിക്കല്ല, ബ്രാഞ്ചസും കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായി പ്രൂൺ ചെയ്തെടുക്കാം. അപ്പോൾ പ്രൂൺ ചെയ്യാനായിട്ട് എപ്പോഴും നല്ല വൃത്തിയുള്ള അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ബ്ലേഡോ നല്ല മുറിച്ചുള്ള കത്തിയോ എടുക്കാം കേട്ടോ. എപ്പോഴും നല്ല ഒരു വൃത്തിയുള്ളതായിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് സാഫാണ്. സാഫ് കുറച്ച് വെള്ളത്തിലൊന്ന് നല്ല കട്ടിയുള്ള പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യാൻ മുമ്പ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ കത്തിയോ കൊണ്ടൊക്കെ ഇങ്ങനെ വെട്ടിയിടുക അങ്ങനെയൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് അതുപോലും അറിയാതെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പുതിയ ബ്ലേഡൊക്കെ ആകുമ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ക്യാമറയെ പിടിക്കലും അതുപോലെ കട്ട് ചെയ്തെടുക്കലും രണ്ടും ഒരേ സമയത്ത് നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഷെയ്ക്കായി വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പുതിയ ബ്ലേഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് മഴയത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് സാഫ് നല്ല കട്ടിയിൽ തന്നെ നന്നായിട്ട് തേച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇതെന്തായാലും ചെയ്യണം. ഈ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളെ പ്ലാന്റ് നമുക്ക് നല്ല ഇതിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഭാഗത്ത് ഇൻഫെക്ഷനും ബാക്ടീരിയയുടെ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ വന്ന് ആ പ്ലാന്റ് അവിടെ നിന്ന് അങ്ങോട്ട് ഉണങ്ങി താഴോട്ടേക്ക് അങ്ങോട്ട് ഉണങ്ങിപ്പോയി നമ്മൾ ചെടി മൊത്തത്തിൽ അങ്ങോട്ട് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും താഴത്തിൽ തന്നെ അത്രയും പീസുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെ കട്ട് ചെയ്ത പീസുകളിലും സാഫ് രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നടുന്നതൊന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല, വേറൊരു വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കുക കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത് മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പ്ലാന്റിൽ പ്രോഡക്ട്സൊക്കെ പുറത്ത് വന്ന് വേരൊക്കെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മണ്ണൊക്കെ ഉറച്ചു തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണും മണലും അതുപോലെ കുറച്ചധികം എല്ലുപൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്ത മിശ്രിതം ഇടുന്നത്. ചാണകം ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് പ്ലാന്റ് ഒന്ന് നന്നായി വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള മിശ്രിതങ്ങളാണ്. മണ്ണ്, അതുപോലെ മണൽ, ചകിരിച്ചോറ്, എല്ലുപൊടി കേട്ടോ. ചകിരിച്ചോറ് എന്തായാലും എടുക്കുക, കാരണം ഇപ്പോൾ നല്ല വേനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് എടുക്കാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക, പ്ലാന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ ഈ നനച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്തേക്ക് ഒരിക്കലും വെള്ളമാക്കരുത് കേട്ടോ. വെള്ളമാക്കി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ അടീനിയം ഞാൻ സെറ്റ് ചെയ്യാറുള്ളത് നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ. ഇതുപോലെ അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ പ്രൂണിങ് ചെയ്തിട്ടും പ്ലാന്റ് കൊണ്ടുവന്ന് വെക്കുന്നത്. ചിലരൊക്കെ ഷെയ്ഡിൽ വെക്കാറുണ്ട്, അവർക്കത് സേഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെ. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നാറ് ഈ നമ്മൾ ഷെയ്ഡിൽ വെക്കുമ്പോൾ പ്ലാന്റിന് ഒരു വാട്ടം വരാറുള്ള പോലെ തോന്നാറുണ്ട്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ അടീനിയം സെറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ പ്രൂണിങ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ.